ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ കനകുന്നിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വൃത്തി 2025 പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒരു അവയർനെസ് ക്യാമ്പയിനാണ് കേട്ടോ, വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫോർ സസ്റ്റൈനബിൾ എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ട്. ഇവിടെ കുറേ സ്റ്റോളുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ആദ്യം കണ്ട സ്റ്റോൾ എന്ന് വെച്ചാൽ ഇവിടെ കുറേ വേസ്റ്റ് മാനേജ്മെൻറ്റ് എക്യുപ്മെൻറ്റ്സും മെഷീൻസും ഉണ്ട് കേട്ടോ. ചിലതൊന്നും മനസ്സിലായില്ല, ചിലത് മനസ്സിലായി. അടുത്തൊരു സ്റ്റോൾ കണ്ടതെന്ന് വെച്ചാൽ ഇതൊരു വൈറസിൻ്റെ രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അകത്തോട്ട് പോകുമ്പോൾ ഒരു കേവ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഇത്. ആദ്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു, നല്ല കിളികളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ നാച്ചുറൽ പ്രോഡക്ട്സ് വെച്ച് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് സംഭവങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്കൊരു തലയോട്ട് ഇവിടെ കാണാം. എനിക്ക് ഇപ്പോഴാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായത്. നേരത്തെ നല്ല വൃത്തിയുള്ള സ്ഥലമായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ ഫുള്ള് വലിച്ചു വാരി ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ എൻവയോൺമെൻറ്റ്. പിന്നെ അതിൻ്റെ ഓരോ ദോഷങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കാരണം എന്തൊക്കെ സംഭവിക്കാമെന്നുള്ള സംഭവങ്ങളൊക്കെ. അങ്ങനെ ഗുഹക്കകത്തൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ നമുക്കൊരു സ്റ്റോൾ കാണാനായിട്ട് പറ്റും. ഇവിടെ കുറേ കമ്പനീസിൻ്റെ അവരുടെ പ്രോഡക്ട്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള. ഈ സ്റ്റോൾ കണ്ട, ഇത് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ആർട്ട് വർക്ക്സ് ആണ് കേട്ടോ. വേസ്റ്റ് ടു ആർട്ട്, എന്ത് ക്രിയേറ്റിവിറ്റി അല്ലേ, ക്രിയേറ്റിവിറ്റി അറ്റ് നെക്സ്റ്റ് ലെവൽ. എല്ലാം നല്ല കിട്ടില്ല ആർട്ട് വർക്ക്സ് കേട്ടോ. ഈ മെഷീൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ, ഇത് UPI സാനിറ്ററി പാഡ് വെൻഡിങ് മെഷീനാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഓരോ പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ കാണാനും വാങ്ങിക്കാനും പറ്റുന്നതാണ്. അങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു കവർ മനുഷ്യൻ നിൽക്കുന്നു ഗൈസ്, കണ്ട. ഇത് പാള വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ. കളഞ്ഞ പേന വെച്ച് അവർ ക്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ് ഓഫ് അമൃതപുരി ക്യാമ്പസിന്റെ ഒരു സ്റ്റോൾ ഉണ്ട് കേട്ടോ. ഇവരുടെ കോൺസെപ്റ്റ്സ് അടിപൊളിയാട്ടോ. ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. ഇതെന്ന് വെച്ചാൽ ലേസിന്റെ പാക്കറ്റ്സ് ഇല്ലേ, അത് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്റാണ് കേട്ടോ. ഇത് കണ്ടാൽ പറയൂ, അതാണ്ട് ബാഗ്, കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ ഇത് 2 രൂപയുടെ കവറിൽ ഉണ്ടാക്കിയ പേഴ്സാണ് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇതേപോലത്തെ മിനിയേച്ചർ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. വൃത്തി 2025 13-ാം തീയതി വരെ ഇവിടെ ഉള്ളു കേട്ടോ. ഇത് ഈ ആർച്ചിന്റെ ടോപ്പിൽ നോക്കി നോക്കൂ, ഈ വേസ്റ്റ് കുപ്പികളൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം. പിന്നെ ഈ പാരസിന്റെ അകത്തോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റോൾ കാണാൻ പറ്റും. ഇവിടെ വൃത്തി 2025 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു തലയും കാണാം നമുക്ക്. അകത്തോട്ട് വരുമ്പോൾ ഇവിടുത്തെ കംപ്ലീറ്റ് സാധനങ്ങൾ ഈ വേസ്റ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഈ വലിയ കഥകളി, പിന്നെ പെയിന്റിങ്, കടൽ കുതിര, ഈ മഷ്റൂമാണെന്ന് തോന്നുന്നത്. ഒരു ബ്രിഡ്ജിൻ്റെ മിനിയേച്ചർ, കാക്ക എന്ന് പറയേണ്ട ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഇവിടെ വേസ്റ്റ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള. രാവിലെ ഉച്ച സമയത്ത് വരുന്നവരാണെങ്കിൽ കുട കൊണ്ടുവരിക, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ഒരു ഡൈനോസർ, ഹാർപ്പിക്ക് ഹോർലിക്സ് കുപ്പി വെച്ചിട്ടുണ്ടാക്കിയുള്ള ഡോൾഫിന്, പുല്ലിന്ന് ചാടി വരുന്ന മീൻ, ഒരു ബട്ടർഫ്ലൈ, വീണ്ടും ഒരു മഷ്റൂം, ഒക്ടോബസ്, ഇത് കണ്ട ഡ്രാഗൺ, വലിയൊരു പ്ലാസ്റ്റിക്കിലെ പാമ്പ് വരെ ഇവിടെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. മറ്റൊരു പുതിയ കാണാം. ബൈ.